ഇനി ഡൽഹിയിൽ ഇന്ന് കർഷകരുടെ കാൽനട മാർച്ച്. പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ മാർച്ച് ആരംഭിക്കുക. മാർച്ചിന് മുന്നോടിയായി ഹരിയാനയിലെ അംബാലയിൽ നിയന്ത്രണങ്ങൾ സർക്കാർ കടുപ്പിച്ചു. കർഷക പ്രതിഷേധത്തെ അരാജകത്വം എന്ന് വിളിച്ചതിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാപ്പ് പറയണമെന്ന് സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടു. വിനീത വി ജി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം പൊല്യൂഷനൊക്കെ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് കഴിഞ്ഞാൽ വാർത്തയിലേക്കും. വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ഈ വായു മലിനീകരണം അതിലൊരു അല്പം കുറവുണ്ട്. പക്ഷേ ഡൽഹിയിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ശൈത്യത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ അതിശക്തമായിട്ടുള്ള തണുപ്പ്, അങ്ങനെയുള്ളൊരു ക്ലൈമറ്റിലേക്ക് ഡൽഹി നീങ്ങുകയാണ്. ഈ വായു മലിനീകരണം സംബന്ധിച്ചുകൊണ്ടുള്ള അസുഖങ്ങൾക്കും അത്തരം ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നിലവിൽ വലിയൊരു ആശ്വാസം തന്നെയാണുള്ളത്. എസ് കെൻ സൂചിപ്പിച്ച ആ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഡൽഹിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഒരു കർഷക മാർച്ചിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കർഷകർ അവരുടെ സമരത്തിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കർഷകർ സംയുക്തമായി അവർ കാൽനടയായി മാർച്ച് നടത്തുന്നത്. പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ് ഡൽഹിയിലേക്ക് മാർച്ചുമായി എത്തുന്നത്. ഇതിനോടകം തന്നെ അതിർത്തി മേഖലകളിലൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഈ ഹരിയാനയിൽ നിന്നൊക്കെയുള്ള കർഷകർ മാർച്ചുമായി എത്തിയിരുന്നു. പക്ഷേ ഈ അതിർത്തികളിൽ ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കർഷകരെ അവിടെ തടയുകയും മറ്റും ചെയ്തു. പിന്നീട് ശംഭു അതിർത്തിയിലൊക്കെ ഏതാണ്ട് മാസങ്ങളോളമായി കർഷകർ അവിടെ അവർ പ്രതിഷേധം തുടരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ താങ്ങുവില ഉറപ്പാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കർഷകർ നേരത്തെ തന്നെ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെയാണ്. ആ ആവശ്യങ്ങൾക്ക് അത് അംഗീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതിഷേധത്തിന്റെ മറ്റൊരു ഘട്ടം കൂടി തുടങ്ങുന്നത്. എന്താണെങ്കിലും വിവിധ കർഷക സംഘടനകളൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവർ പഞ്ചാബിൽ നിന്ന് കാൽനടയായി യാത്ര ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ദില്ലി ചലോ മാർച്ച് എന്നാണ് കർഷകർ അവരുടെ പ്രതിഷേധത്തിന് പേരിട്ടിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കർഷകർ നീങ്ങുന്നത്. ഡൽഹിയിലെ അതിർത്തികളിലൊക്കെ ഇതിനോടകം തന്നെ സുരക്ഷയടക്കം ശക്തമാക്കിയിട്ടുമുണ്ട്. എസ് കെ. താങ്ക് യു വിനീത വി ജി.